ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് എനിക്ക് പെർട്ടിക്കുലറായിട്ട് ഈ ഒരു ടോപ്പിക്ക് മേ ബി എൻ്റെ ഈ ഒരു ബിസിനസ് കാരണമായിരിക്കാം എൻ്റെ മനസ്സിൽ വന്നത്. ഒരു പക്ഷേ ഞാനും മുമ്പ് പറഞ്ഞു നടന്നിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓയിൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്പറിൽ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ നമ്മൾ പറയില്ല കറുപ്പിന് 7 അഴകാണെന്നുള്ളത്. ഈ 7 അഴകാണെന്ന് പറയുന്നവർ തന്നെ ഒരാണ് പറയുകയാണെന്ന് വെക്കുക, അവരൊന്ന് പെണ്ണ് കാണാൻ പോയി നോക്കട്ടെ, നല്ല കറുപ്പുള്ള പെണ്ണിനെ ഒരു നല്ല കളറുള്ള ഒരാണ് കിട്ടുമോ? നമ്മളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വളരെ എനിക്ക് തോന്നുന്നു 1,00,000 പേരെടുത്താൽ ചിലപ്പോൾ 1-2 കാണാം, ചിലപ്പോൾ അതും കാണാൻ പറ്റണമെന്നില്ല. ശരിയല്ലേ? അതെന്താണ് അങ്ങനെ, എന്താണെന്ന് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും പ്രോപ്പറായിട്ടൊരു ഉത്തരം ഉണ്ടാവില്ല. പറച്ചിലിന് ഈ എന്താ സുന്ദരിയല്ലേ, അത് കൂടുതൽ ഫേസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളായിരിക്കും. ആണുങ്ങളും ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതന്നെ കൂടെയുള്ള സിബ്ലിങ്സ്, അതായത് താത്ത, അനിയൻ, പെങ്ങള്, അനിയത്തി, ഇവരൊക്കെ കുറച്ച് കളർ ഉണ്ടായിട്ട് ഒരാൾ മാത്രം കളറില്ലെങ്കിൽ പറയും വേണ്ട. അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കും, പറയും എൻ്റെ മോൾ മാത്രം കുറച്ച് ആദ്യം നോക്കാൻ പ്രശ്നമില്ലായിരുന്നു, ആദ്യം അവൾ ആ കളറാണ്, ഇപ്പോൾ പക്ഷെ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അത് ഒരാൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ അങ്ങനെ പറയലുണ്ട്, മോളും മോനെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ സ്കൂളിൽ നിന്ന് ആരെങ്കിലും പറയുമ്പം, അല്ലെങ്കിൽ എൻ്റെ താത്തന്നെയാണോ ഇത്, അല്ലെ എൻ്റെ അനിയത്തിയാണോ, ഈ അവളെ പോലെ അല്ലല്ലോ, ഈ അവനെ പോലെ അല്ലല്ലോ, ഈ ചോദ്യം കുട്ടികളെ മാനസികമായിട്ട് തളർത്തും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഇനി മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിലും അതുപോലെ മക്കളെടുത്ത് ചോദിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, അവർ പഠിപ്പിൽ ബാക്കൗട്ട് ആവുകയാണ്. വേറെ എവിടുന്നെങ്കിലും ഒരിട്ട് സ്നേഹം കിട്ടുമ്പം അവർ അതിലോട്ട് പോകുന്നൊരവസ്ഥ വരികയാണ്. ഇതൊക്കെ കുട്ടികൾക്ക് മാനസികമായിട്ട് ചെറുപ്പത്തിൽ ഫീഡ് ചെയ്ത് വരുമ്പോൾ പ്രശ്നം വരികയാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജനഗണ മൂവിയിൽ എന്താണ് ജനഗണമന, ഓക്കെ, ആ മൂവിയിൽ പൃഥ്വിരാജ് പറഞ്ഞാൽ നിറമില്ലെങ്കിൽ അഗ്ലി, നിറം ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന് കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇൻജെക്ട് ചെയ്താൽ വളർത്തുന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ആ ഒരു ധാരണ വരുന്നത്. ഈ മക്കളാണ് വളർന്നു വരുന്നത്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ അവസ്ഥ ശരി, കല്യാണം കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് ആയി കുട്ടികളായി അവരും അനുഭവിക്കുന്നു ഇതേ പ്രശ്നങ്ങൾ. അമ്മായിമ്മക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വേറുള്ളവർ പുറത്ത് പോകുമ്പോൾ ഇതാണോ മരുമകളെന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ കളിയാക്കുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ മക്കൾ ഇതുപോലുള്ള സ്ത്രീകൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഈ മെൻറ്റാലിറ്റി, ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്നവരെ നമുക്കൊരിക്കലും വായ മൂടിക്കെട്ടാൻ പറ്റൂല. അവരുടെ മൈൻഡ് സെറ്റ് മാറാനും പോകുന്നില്ല. എന്നാൽ ഈ പറയുന്നവർ വല്ല ചൊങ്കും പങ്കും ഉണ്ടെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല ഉണ്ടാവുക, അതും ഉണ്ടാവില്ല. പക്ഷെ തിരിച്ച് നമുക്ക് അവരോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകളായിരിക്കും നമ്മളോട് ചിലപ്പോൾ ഇങ്ങനത്തെ പറയുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക? ശരിയാണോ, കേട്ടാൽ വിഷമം വരും, സത്യമാണ്, കേട്ടാൽ വിഷമം വരും. ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, കല്യാണം നോക്കുന്നുണ്ട്, അപ്പോൾ ഇത് തേച്ചാൽ ഞാൻ വെളുക്കുമെന്ന് ഉറപ്പാണ്. അവരുടെ അടുത്ത് ഞാൻ ഫസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്, ആ ഒരു പോയിന്റ് വെച്ചിട്ട് എൻ്റെ എണ്ണ ആരും വാങ്ങിക്കണ്ട. അങ്ങനെ നിങ്ങൾ വെളുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മൊഞ്ചായിട്ട് നിങ്ങളെ കണ്ടിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ട് നിങ്ങളെ കെട്ടണ്ടെന്നങ്ങ് വിചാരിക്കണം. നിങ്ങളെന്താണോ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാണാടോ എന്നും കൂടെ ഉണ്ടാവുള്ളൂ. ആ ഒരിത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആണാണ് ഏത് സാഹചര്യത്തിലും കൈ പിടിക്കാനുണ്ടാവുള്ളൂ. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇനിയിപ്പോൾ നല്ല കളറുള്ള ഒരാളാണ്, നല്ല സൗന്ദര്യമുള്ള ഒരാളാണ്, നാളെ എന്തെങ്കിലും രോഗം വന്നാൽ നഷ്ടപ്പെടില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ എപ്പോഴും പടച്ചവന് സ്തുതി കൊടുക്കണം, വേണ്ടേ? അപ്പം ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യെസ് എണ്ണ വാങ്ങിക്കുള്ളൂ. അപ്പോൾ പറയും നിങ്ങളെന്തിനാ എണ്ണ വിൽക്കുന്നതെന്ന്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്, നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു തടിയുള്ള ഒരാൾക്കുള്ള ഒരു കോൺഫിഡൻറ്റും മെലിഞ്ഞ ഒരാൾക്കുള്ള ഒരു കോൺഫിഡൻറ്റും ഡിഫറെൻ്റ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ, അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റൻ അപ്പ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവലുണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഈ കാര്യം വരുന്നത്. നമുക്ക് കിട്ടുന്ന കോൺഫിഡൻറ്റ് ലെവലിലാണ് നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ലൈഫിൽ അതിലൂടെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഒരു കോൺഫിഡൻറ്റ്, ആരെ മുന്നിൽ ഇറങ്ങിച്ചെല്ലാൻ, ഏത് ഡ്രസ്സ് ഇടാനുള്ള ഒരു ധൈര്യം ഒക്കെ. ചിലർ പറയും ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ പോലും മടിയാണ്, ഇഷ്ടമുള്ള കളർ ഡ്രസ്സ് ഇടാൻ മടിയാണ്, മേക്കപ്പ് ചെയ്യാൻ മടിയാണ് എന്നൊക്കെ പറയും ഈ ഒരു കളർ കാരണം. അപ്പോൾ ഇതൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ മോനുണ്ട് സൈഡിൽ, ചിലപ്പോൾ ഒച്ച കേൾക്കാം, അതാണ് ഒരു ബ്രേക്ക് ഇട്ടിട്ട് ബാക്കി പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആളുകളുടെ വായൊന്നും മൂടിക്കെട്ടാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിഷമം വരുമെങ്കിലും
നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. നമുക്ക് എന്താണോ പഠിച്ചോ തന്നത് അൽഹംദുലില്ലാ എനിക്കതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കത് ആ ഒരു വിഷയത്തിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, ഞാൻ കംഫർട്ട് സോണിലാണെന്നൊന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്. അതിലൂടെ അങ്ങ് മുന്നോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇത് കളറിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാത്തിലും എന്ത് ചെയ്യണം, അതിന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഇതാകുക എന്നല്ലാതെ വെറുതെ ഇവർ പറയുന്ന പറഞ്ഞിട്ട് എന്താ പറയുക. മെയിൻ കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾ ഈ ആളുകൾ പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളുടെ മുഖം ഡള്ളായി പോവുക ചെയ്യുന്നത്. നമുക്ക് ആ മനസ്സിൻ്റെ വിഷമം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നില്ലേ എന്താ ഒരു വിഷമം പോലെ എന്നത് നമ്മളെ മുഖത്താണ്. നമ്മളെ മുഖം നമ്മളുടെ മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾ അല്ലെങ്കിൽ പിന്നെ നല്ല സ്റ്റേണായിട്ട് നിന്നിട്ട് പറയുന്നവരോട് തിരിച്ചു ചോദിക്കുക. അങ്ങനെ പറയുന്നവരോട് മൗനം പാലിച്ചിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ജീവിക്കേണ്ടടോ. അവരൊന്നും അല്ലല്ലോ ചിലവിന് തരണത്. പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾ നല്ല ഇൻടേക്ക്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോഡക്ട്സുകൾ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത്, നല്ല രീതിയിലുള്ള കേട്ടോ, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്ത് നല്ല ഇൻടേക്സ് ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇൻടേക്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ഒക്കെ ചെയ്തിട്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കിക്കുക. പിന്നെ നിങ്ങളെ കാണുമ്പോൾ ഇത്ര ഉഷാറായാലും എന്താ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ഡിമാൻഡ് കാണിക്കുന്നത് അതൊന്നും പറയാൻ പറ്റൂല, അങ്ങനെയാണ് പറയണം. അങ്ങനെയല്ല വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്താണോ അതിനെ നമ്മൾ ഇഷ്ടപ്പെടുക. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഡാർക്ക് ഫേസ് ആയിട്ടുള്ളവർ. എന്ത് ഭംഗിയാണ് അവരെ കാണാൻ തന്നെ. ചിലരുടെ കറുപ്പ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ തന്നെ. ഞാൻ വെറുതെ തമാശയായിട്ടോ ഒന്നുമായിട്ട് പറയില്ല, അല്ലെങ്കിൽ വേണം ഈ ഒരു വീഡിയോയിൽ അങ്ങനെ പറയണം എന്ന് കരുതിയിട്ട് പറയല്ല. ചില കറുപ്പിനൊരു ഭംഗിയുണ്ട്. ഇത് മനസ്സ് തൊട്ട് പറയുന്നതാണ്. ഞാനൊരു ഡാർക്ക് ഫേസുള്ള ഒരാളെ, ഇപ്പോഴും ഞാൻ വെളുത്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളൊന്നുമല്ല, ഞാൻ മനസ്സ് തൊട്ട് തന്നെ പറയണം, ചില കറുപ്പിനൊരു ഭംഗിയുണ്ട് ഇല്ലേ. ആ ഭംഗി എനിക്ക് തോന്നുന്നു അവരത് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോക്ക് താഴെ ഞാൻ ഒരുപാട് കമൻറ്റ് കാണുന്നുണ്ട്, എന്തൊരു ഭംഗിയാണ് കാണാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആസ്വദിക്കുന്നവരും ഉണ്ട്. അങ്ങനെ കണ്ട് മുന്നോട്ട് പോവുക. പക്ഷെ നമ്മളുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാത്ത കല്യാണം കഴിയുന്നവരെ ആ ടെൻഷനാണ്. എന്നെ ഒരാൾക്ക് ഇഷ്ടാവോ എന്നുള്ള ടെൻഷനാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലോ നല്ലൊരു നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ കെട്ടിക്കൊടുക്കണം, എന്നാൽ പിന്നെ അത് തീരുമോ? അതുമില്ല. അപ്പോൾ ഓൽക്ക് ഇഷ്ടമില്ല കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ആരെയും കല്യാണത്തിന് ഇതാവുമ്പോൾ അപ്പോൾ പ്രശ്നം ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും പ്രശ്നം തന്നെ. മൊത്തത്തിൽ മരണം വരെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ തന്നെ എത്രത്തോളം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കോൺഫിഡൻറ്റ് ലെവൽ കിട്ടുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. അത് സ്കിൻ ടെക്സ്ചർ ആയാലും ബോഡി ഷേപ്പ് ആയാലും ഏത് കാര്യങ്ങളായാലും, എന്തിന് ആരോഗ്യം പോലും. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ രണ്ടാമതുള്ളൊരു വഴി എന്താ അറിയോ? കീപ് സൈലൻസ്. അത് സൈലൻസ് പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് നിൽക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നരുത്. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അവർക്ക് തോന്നണം. അപ്പോൾ പിന്നെ അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞ് മൂന്നാമത്തെ പറയാൻ വരില്ല. മിണ്ടാതിരിക്കുക. അവർ പറഞ്ഞിട്ട് അപ്പോൾ ആ പറഞ്ഞ വ്യക്തി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് അവർക്ക് തോന്നരുത്. അവളെന്താ കേൾക്കാത്ത പോലെ ഇരിക്കണം, അങ്ങനെ ഫീൽ ചെയ്യണം. നമ്മളത് ബാധിക്കരുത്. അങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഈ പറയുന്ന എനിക്കായാലും വിഷമം വരും, അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്കായാലും എൻ്റെ ഒരു ബോഡി ഷേപ്പിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ടെക്സ്ചറിനെ പറയുമ്പം, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് വിഷമം വരും. യെസ്, ഓഫ് കോഴ്സ്, ഞാനും മനുഷ്യനാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, വേണ്ടേ? ഓക്കെ. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടണമൊന്നുമില്ല. ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. കാരണം എന്താണ് നമ്മളുടെ ലോകം ഇങ്ങനെ? ഒരു കറുപ്പിന് 7 അഴകെന്ന് പറയാൻ 100 നാവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊന്ന് ബാക്ക് നിർത്തി കറുത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞു നോക്കിക്കുക, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരു കറുത്തിട്ടുള്ള ഒരാളായി നോക്കട്ടെ, അവർക്ക് അതേ 100 നാക്കാണ് അവരെ കുറ്റപ്പെടുത്താനും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ഓൾവേസ്. ബൈ.